ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് മർലി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് 2025-2026 ശ്രീ നിർമ്മല സീതാറാം നമ്മുടെ ലോക്സഭയിൽ ഒരു ബജറ്റ് അവതരിപ്പിച്ചു ഇന്ന് ഫെബ്രുവരി 1-ന്. അപ്പം ഈ ഫെബ്രുവരി 1-ന് അവതരിപ്പിച്ച ഈ ബജറ്റിലെ മെയിൻ ഫോക്കസിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ബജറ്റ് കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഹാർ സ്റ്റേറ്റിൽ ആയിരുന്നു. അതുപോലെ നമ്മുടെ വുമൺസ്, MSME, മാനുഫാക്ചറിങ്, എക്സ്പോർട്ട്, ഓൺട്രപ്രന്യൂഴ്സ് തുടങ്ങിയ മേഖലകളിലേക്കാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. അതിനെക്കുറിച്ചൊന്നുമല്ല, നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലിക്ക്, നമ്മുടെ യൂത്തിന് എന്ത് ബെനിഫിറ്റാണ് ഈ ബജറ്റ് കൊണ്ട് ഉണ്ടായത് എന്നുള്ളതാണ്. 1.42 ബില്യൺസോളം പോപ്പുലേഷനുള്ള നമ്മുടെ ഇന്ത്യയിൽ അഗ്രികൾച്ചർ ഫീൽഡ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ആൾക്കാരും സാലറിഡ് എംപ്ലോയീസ് ആണ്. ഈ സാലറിഡ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്താണ് ഈ ബജറ്റ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളത്, എന്ത് ബെനിഫിറ്റാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സ് ആണ്. അതായത് ഇൻകം ടാക്സ്, GST മുതലായവ. പക്ഷേ അതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു സാലറിഡ് എംപ്ലോയീസിന് അത് ശരിക്കും ഒരു ബേർഡൻ ആണ്. അതായത് 2014 നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലാക്സ് ആയിരുന്നു. അതായത് 2,50,000 വരെ സാലറി വാങ്ങുന്ന ഒരാൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. 2019 അത് 5 ലക്ഷം വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും 2023 ബജറ്റിൽ അത് 7 ലക്ഷം വരെയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ബജറ്റിൽ എന്താണെന്ന് വെച്ചാൽ 2023 7 ലക്ഷം വരെയാണ് ഉയർത്തിയതെങ്കിൽ 2025-26 ബജറ്റിൽ 12 ലക്ഷമായിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിൽ 12 ലക്ഷം സാലറി വാങ്ങുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനു പുറമെ ന്യൂ ടാക്സ് റെജീം ഓപ്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ 75,000 നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായി കിട്ടുന്നതാണ്. അതായത് ഒരു വർഷം 12,75,000 ഇൻകം ഏൺ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 2025-26 ന്യൂ ടാക്സ് റെജീമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 80,000 രൂപയോളം വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടാക്സ് അത്രയും കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഒപ്പം നിങ്ങൾക്ക് ആ ടാക്സ് നിങ്ങളുടെ ഇൻകമായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയ ഇൻകം ടാക്സ് ലാബ് റേറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു 4 ലാക്ക് വരെ സാലറി വാങ്ങുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 0% ആണ് ടാക്സ്. അതായത് ടാക്സ് ഒന്നും വരുന്നില്ല. 4 ലാക്ക് മുതൽ 8 ലാക്ക് വരെയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ അതിൽ നിങ്ങൾക്ക് 5% ആണ് ടാക്സ് വരുന്നത്. അതുപോലെ 8 ലാക്ക് മുതൽ 12 ലാക്സ് വരെയാണെങ്കിൽ 10% ആണ് ടാക്സ് വരുന്നത്. പക്ഷേ അപ് ടു 12 ലാക്ക് വരെ റിബൈറ്റിൻ്റെ അണ്ടറിൽ പോകുന്നതാണ്. നിങ്ങൾക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. അതുപോലെ 12 ലാക്സ് മുതൽ 16 ലാക്സ് വരെ 15%, 16 ലാക്സ് മുതൽ 20 ലാക്സ് വരെ 20%, 20 ലാക്സ് മുതൽ 24 ലാക്സ് വരെ 25%, മോർ ദാൻ 24 ലാക്സ് ആണെങ്കിൽ 30%. ഇങ്ങനെയാണ് സ്ലാബ് റേറ്റ് വരുന്നത്. ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും അതുപോലെ ഇപ്പോൾ വന്നിരിക്കുന്ന ന്യൂ ടാക്സ് റെജീം അപ് ടു 12 ലാക്സ് വരെ റിബേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതുമായ ടാക്സ് റിലീഫ്, അതായത് നിങ്ങൾക്ക് എന്തുമാത്രം ടാക്സ് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്